ടൗണിലെ ഒരു മുന്തിയ കോളേജിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികൾ. ഈ 4 വിദ്യാർത്ഥികള് ഒരു ഞായറാഴ്ച ദിവസം അവധിയാണ്. അന്ന് ടൗണിൽ മുഴുവൻ ചുറ്റിയടിച്ച് നടന്ന് രാത്രിയിൽ മുഴുവൻ പാർട്ടികളിൽ പങ്കെടുത്ത് ആഘോഷിച്ച് അങ്ങോട്ട് നടന്നു. അങ്ങനെ അന്നത്തെ ദിനം ആഘോഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവർ ചിന്തിച്ചത്, തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. മുൻ ദിവസങ്ങളിൽ ഒന്നും തന്നെ അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമോ അവർ നടത്തിയിട്ടില്ല. ഞായറാഴ്ചയാണെങ്കിൽ ഇങ്ങനെ ആഘോഷിക്കുകയും ചെയ്തു. അവർ ചിന്തിച്ച് ഇനി എങ്ങനെയാണ് അടുത്ത ദിവസത്തെ പരീക്ഷ ഒഴിവാക്കാൻ സാധിക്കുക. ഒരു 4 പേരും കൂടി നന്നായി പ്ലാൻ ചെയ്തു. അവർ ഭയങ്കര സ്മാർട്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ അവരവരുടെ ഷർട്ടിൽ മുഴുവൻ ഗ്രീസൊക്കെ ആക്കി, കയ്യിലൊക്കെ അഴുക്കാക്കി, ആകപ്പാടെ കോലം കെടുത്തി അവരുടെ സ്വയം ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം. എന്നിട്ട് അതിരാവിലെ തന്നെ അവര് പ്രിൻസിപ്പാളുടെ റൂമിലേക്ക് ഓടിക്കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, സാർ ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇന്നലെ ഒരു വിവാഹ ആഘോഷം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കാറിലാണ് പോയിട്ടുണ്ടായിരുന്നേ. ആ കാറിന്റെ ഒരു ടയർ അങ്ങോട്ട് പൊട്ടി. ഞങ്ങൾക്ക് പിന്നീട് നന്നാക്കാനും ഒപ്പം തന്നെ അത് തള്ളിയിട്ടൊക്കെ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിന്റെ പേരിൽ ഞങ്ങളുടെ മേത്തൊക്കെ ആകപ്പാടെ അഴുക്കായി. ഞങ്ങൾ ഭയങ്കര ടയേർഡാണ്, ക്ഷീണിച്ചാണ് നിൽക്കുന്നത്, തല കറങ്ങുന്നുണ്ട്, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നൊക്കെ വന്ന് പ്രിൻസിപ്പാളോട് പറഞ്ഞു. പ്രിൻസിപ്പാളോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഒരു വേറെ ദിവസം അറേഞ്ച് ചെയ്ത് തരാമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കാമോ? ഉടനെ തന്നെ പ്രിൻസിപ്പാൾ അവരോട് പറഞ്ഞു, ഓക്കെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾക്കൊരു 3 ദിവസത്തെ സമയം ഞാൻ തരാം. 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിനം നിങ്ങൾ പരീക്ഷയ്ക്കായി ഒരുങ്ങി വന്നോളൂ. ആ 4 കൂട്ടുകാർക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എന്താ, തങ്ങളുടെ ആ സ്മാർട്ടായിട്ടുള്ള നുണ പ്രിൻസിപ്പാൾ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ തൊട്ടടുത്ത 3 ദിവസം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ടൊക്കെ ഒരുങ്ങിയിട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് 4ാം ദിനം പരീക്ഷയ്ക്ക് വന്നു. പരീക്ഷയ്ക്ക് വന്നപ്പോൾ പ്രിൻസിപ്പൾ അവരുടെ മുന്നിൽ ചില കണ്ടീഷൻസ് വെച്ചു. പ്രിൻസിപ്പൾ വെച്ച കണ്ടീഷൻ എങ്ങനെയായിരുന്നു? 1ാമത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, നിങ്ങൾ 4 പേരും വ്യത്യസ്തമായ റൂമുകളിലാണ് ഇരിക്കേണ്ടത്. അങ്ങനെ 4 പേരെയും 4 റൂമുകളിലാക്കി ഇരുത്തി. എന്നിട്ട് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെ 2 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 1ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? റൈറ്റ് യുവർ നെയിം, നിങ്ങളുടെ പേരെഴുതുക, അതിന് 1 മാർക്ക്. 2ാമത്തെ ക്വസ്റ്റ്യൻ, അതാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ. 2ാമത്തെ ക്വസ്റ്റ്യന് 99 മാർക്കാണ് ഉണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ പൊട്ടിയ ടയർ ഏതായിരുന്നു? കാറിന്റെ ഏത് ടയറാണ് പൊട്ടിയത്? ഫ്രണ്ട് റൈറ്റ് സൈഡിലുള്ള ടയർ, ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള ടയർ, ബാക്ക് റൈറ്റ്, ബാക്ക് ലെഫ്റ്റ്. ഈ 4 ടയറും ഓപ്ഷനായി കൊടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് എന്താന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. സ്മാർട്ടാക്കി ഉണ്ടാക്കിയ നുണയായതുകൊണ്ട് തന്നെ, അവർ തമ്മിൽ കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ എഴുതിയ ഉത്തരങ്ങളും വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ 4 പേരുടെയും 99 മാർക്കും പോയിട്ടുണ്ടാകുന്നതായിരുന്നു നമുക്ക് ഉറപ്പാണ്. പലപ്പോഴും പല നുണയുടെ സൗധങ്ങൾ നമ്മൾ ജീവിതത്തിൽ കെട്ടിപ്പൊക്കാറുണ്ട്. നുണയുടെ സൗധങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഏത് പ്രസ്ഥാനമാണെങ്കിലും, ഏത് സംഭവമാണെങ്കിലും, ജീവിതമാണെങ്കിലും, പൊസിഷനാണെങ്കിലും, രാഷ്ട്രീയ പദവികളാണെങ്കിലും, എന്ത് തന്നെയാകട്ടെ, നുണയിൽ കെട്ടിയ സൗധങ്ങൾ തകർന്നടിഞ്ഞിരിക്കും. അതിന് സംശയമില്ല. മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ചില നുണകൾ പറയുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഭവിഷ്യത്ത് എന്ത് തന്നെയാണെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള മനസ്സുകൂടെ കാണിക്കണം. പലപ്പോഴും നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഇത് കേൾക്കുന്നത് പേരൻസ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളുടെ മുന്നിലിരുന്ന് ഒരു നുണ പറഞ്ഞാൽ, ഒന്ന് ശ്രദ്ധിക്കുക, അവൻ ഒരു ദിവസം മുടങ്ങിയത് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ പേഴ്സണലായ വേറെ എന്തെങ്കിലും ആഘോഷ പരിപാടികൾക്ക് വേണ്ടി മുടങ്ങിയിട്ട് ലീവ് വിളിച്ച് പറയാണ് അവന് വയറുവേദനയായിരുന്നു, പനിയായിരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പാരന്റ് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ആയതുകൊണ്ട് സത്യസന്ധരായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ഓണത്തിന്റെ പ്രത്യേക അവസരത്തിലൊക്കെയാണ്, ഓണത്തിന്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേരളീയർ. ഓണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ചൊല്ലുണ്ട്, നമ്മളെന്താ പറയാത്, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളവുമില്ല, പൊളിവചനം. ഇന്ന് കേരളത്തെ നോക്കിയിട്ടത് പാടാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. ആ വിഷയം നൽകാതെ നമുക്ക് വിട്ടുകളയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, സത്യസന്ധതയോടെ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ തിളക്കമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളുണ്ടാക്കുന്ന ഏത് നേട്ടമാണെങ്കിലും അധികം വൈകാതെ തകർന്നടിഞ്ഞിരിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സത്യസന്ധതയുള്ളവരായിരിക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.